ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ പുണ്യപാദപീഠത്തിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് കൃത്യമായി സംസാരിച്ച് അവിടുന്ന് ഞങ്ങളെ ഓരോ മക്കളെയും ഈ രാത്രി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങൾ കേൾക്കുവാനും ഗ്രഹിപ്പാനും തക്കവണ്ണം അവിടുത്തെ ജനത്തെ ഈ രാത്രി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അങ്ങയുടെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടുന്ന് അടിയനോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങൾ സംസാരിപ്പാൻ തക്കവണ്ണം അടിയനാവശ്യമായ കൃപയും ബലവും ജ്ഞാനവും അങ്ങ് ഉയരത്തുനിന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം മാത്രം അതിലൂടെ മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഗോസ്പൽ ജോൺ ചാപ്റ്റർ 13 വേഴ്സ് 8. ഞാൻ നിന്നെ കഴുകാതിരുന്നാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ അനേക മതനേതാക്കന്മാരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളുമുള്ള ശിഷ്യന്മാരുള്ള മതനേതാക്കന്മാർ ഇന്നത്തെ സമൂഹത്തിലുണ്ട്. എന്നാൽ അവർക്കാർക്കും ചെയ്യുവാൻ കഴിയാത്തതും അവരാരും ചെയ്യാത്തതുമായ ഒരു കാര്യമാണ് നമ്മുടെ രക്ഷകനും രക്ഷിതാവുമായ കർത്താവ് ഇവിടെ ചെയ്യുന്നത്. തൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ തക്കവണ്ണം കർത്താവ് ഒരുങ്ങുകയാണ്. പത്രോസിൻ്റെ കാൽ കഴുകുവാൻ തക്കവണ്ണം പത്രോസിൻ്റെ അടുക്കൽ കർത്താവ് വരുമ്പോൾ പത്രോസ് അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ 7-ാം വാക്യത്തിൽ യേശു അവനോട് ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, നീ പിന്നീട് അറിയുമെന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരിക്കലും എൻ്റെ കാലുകൾ കഴുകാൻ പാടില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു ഞാൻ നിന്നെ കഴുകാതിരുന്നാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. അപ്പോൾ ഞാൻ നിന്നെ കഴുകാതിരുന്നാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് പറയുമ്പോൾ വിശുദ്ധീകരണം കൂടാതെ ഞാനുമായിട്ട് നിനക്കൊരു ബന്ധം സ്ഥാപിപ്പാൻ തക്കവണ്ണം കഴിയുകയില്ല. എന്നിലൂടെ നീ ഒരു കഴുകൽ പ്രാപിക്കുന്നില്ല എങ്കിൽ എനിക്ക് നിന്നോട് ഒരു പങ്കില്ല. അപ്പോൾ ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധം സ്ഥാപിച്ചെടുക്കണമെങ്കിൽ ഞാനും നിങ്ങളും അവനാൽ കഴുകൽ പ്രാപിക്കണം. ഇവിടെ പത്രോസിൻ്റെ കാൽ കഴുകുവാൻ തക്കവണ്ണം വെള്ളം കൊണ്ടാണ് കർത്താവ് വരുന്നതെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പാപത്തെ അവൻ കഴുകുന്നത് കാൽവറിയിലെ യാഗത്താൽ അവൻ്റെ രക്തം കൊണ്ടാണ്. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്കതോടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ക്രിസ്തുയേശുവിലുണ്ടായിരുന്ന അതേ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവസ്വരൂപത്തിൽ ആയിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ സ്വയം ശൂന്യമാക്കി ദാസരൂപം സ്വീകരിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി. അവൻ ദൈവത്വം വിട്ടുകൊണ്ട് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് കാൽവറി യാഗമായി തീർന്ന് അവൻ്റെ രക്തം കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെ അവൻ കഴുകുകയും. ഇവിടെ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് പാത്രത്തിൽ വെള്ളമെടുത്ത് അവൻ എഴുന്നേറ്റ് അവിടെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച്
ഒരു തുവാലയെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. ദൈവത്തിൻ്റെ ജനമേ, എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെ അവൻ കഴുകിയത് അവൻ്റെ രക്തം കൊണ്ടാണ്. ഇവിടെ വെള്ളം കൊണ്ടാണ് ശിഷ്യന്മാരുടെ കാൽ കഴുകിയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ അവൻ കഴുകി വെടുപ്പാക്കുന്നത് അവൻ്റെ തിരുരക്തത്താലാണ്. ആ രക്തം കൊണ്ടാണ് ഞാനും നിങ്ങളും കഴുകൽ പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവുമായിട്ട് നമുക്കൊരു ബന്ധം സ്ഥാപിച്ചെടുക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? അവനാൽ കഴുകൽ പ്രാപിക്കണം. അവനാൽ ഞാനും നിങ്ങളും കഴുകൽ പ്രാപിക്കുന്നില്ല എങ്കിൽ നമുക്ക് അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഭക്തിയുടേതായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാൻ നമുക്ക് തക്കവണ്ണം കഴിയും. പക്ഷേ ദൈവവുമായി നമുക്കൊരു ബന്ധം സ്ഥാപിച്ചെടുക്കണമെങ്കിൽ നാം അവനാൽ കഴുകൽ പ്രാപിക്കണം. നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ വീക്ഷണങ്ങളിലൊക്കെയും വന്നിരിക്കുന്ന കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തങ്ങൾ കൊണ്ട് കഴുകൽ പ്രാപിക്കുമ്പോഴാണ് അവനുമായിട്ട് നമുക്കൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 2:5 പറഞ്ഞത്, ആദ്യ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ക്രിസ്തുയേശുവിലുള്ള അതേ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. അപ്പോൾ കഴുകൽ പ്രാപിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട മാറ്റം, മനോഭാവത്തിന് മാറ്റമുണ്ടാകണം. ക്രിസ്തുയേശുവിലുള്ള അതേ മനോഭാവം നമ്മളിലുണ്ടാകണം. ഓരോ ദിവസവും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മുടെ പാപങ്ങളെ കഴുകിക്കഴിഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ അതേ മനോഭാവം എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതകാലങ്ങളിൽ അവൻ പ്രവർത്തിച്ച രീതികളുണ്ട്. നാം നമ്മെ തന്നെ സ്നേഹിപ്പാൻ തക്കവണ്ണം കഴിയണം. അന്യോന്യം നമുക്ക് സ്നേഹിക്കുവാൻ തക്കവണ്ണം കഴിയണം. ശത്രുവിനെ സ്നേഹിക്കണമെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. കാൽവറിയിൽ യഹൂദന്മാർ അവൻ്റെ മുഖത്ത് തുപ്പുകയും അവനെ ചാട്ടവാറുകൊണ്ട് അടിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതേ മനോഭാവത്തിൽ നമുക്ക് വളർച്ച പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ എന്ന് ഈ രാത്രി പരിശോധിക്കുവാൻ തക്കവണ്ണം കഴിയണം. നമ്മെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്, നമുക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവരുണ്ട്, നമ്മെ ദോഷിക്കുന്നവരുണ്ട്. പക്ഷേ അവരോട് സ്നേഹത്തിൽ പെരുമാറുവാനും അവരെ സ്നേഹിപ്പാനും തക്കവണ്ണമുള്ള ഒരു മനോഭാവം എന്നിലും നിങ്ങളിലുമുണ്ടോ എന്ന് പരിശോധിക്കണം. ക്രിസ്തുയേശുവിലുള്ള അതേ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നമുക്ക് നമ്മുടെ പാപങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വളരുവാനും കർത്താവിൻ്റെ സ്വഭാവത്തിന് അനുരൂപരായി തീരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അപ്പോൾ കഴുകൽ പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവവുമായൊരു ബന്ധമുണ്ടാകുന്നെന്ന് പറയുമ്പോൾ അവൻ്റെ മനോഭാവത്തിനും അവൻ്റെ കാഴ്ചപ്പാടുകൾക്കുമാണ് മാറ്റമുണ്ടാകേണ്ടത്. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്ക് എത്ര പേർക്ക് നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്? പലപ്പോഴും നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്. എന്നാൽ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് നമ്മുടെ മനോഭാവത്തിന് മാറ്റമുണ്ടാകണം. ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ആ ദൈവിക വചനത്തിനനുസരിച്ച് നമ്മുടെ മനോഭാവത്തിന് മാറ്റമുണ്ടാകണം. നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. പലപ്പോഴും ദൈവവചനം കേൾക്കുവാൻ ധാരാളം ആളുകൾ കടന്നു വരുന്നുവെങ്കിലും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ ദൈവിക വചനത്തിൻ്റെ വെളിച്ചത്തിൽ വളർച്ച പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയുന്നില്ല. ക്രിസ്തുയേശുവിലുള്ള അതേ മനോഭാവം എന്നിലും നിങ്ങളിലും ഉണ്ടാകണം.
ഇത് ഒരു ദിവസം കൊണ്ട് സാധ്യമാകുന്ന കാര്യമല്ല, ഒരു വർഷം കൊണ്ട് സാധ്യമാകുന്ന കാര്യമല്ല. ഓരോ ദിവസവും ദൈവവചനത്തിൻ്റെ മുമ്പിൽ, ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അശുദ്ധിയെ കണ്ടെത്തുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയണം. ദൈവവചനമെന്ന് പറയുന്നത് കണ്ണാടിയാണ്. ഞാനും നിങ്ങളൊക്കെയും കണ്ണാടി ഉപയോഗിക്കുന്നവരാണ്. കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് സൗന്ദര്യം ആസ്വദിക്കുകയും നമ്മുടെ ശരീരത്തിൻ്റെ മുഖത്തുള്ള പാടുകളും മറ്റു കാര്യങ്ങളൊക്കെയും മാറ്റി ഭംഗിയോടുകൂടി യാത്ര ചെയ്യുവാൻ തക്കവണ്ണം കണ്ണാടിയെ ഉപയോഗിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനമാകുന്ന കണ്ണാടിയിലൂടെ നമ്മെ നോക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും എത്ര പേർ പരിശ്രമിക്കാറുണ്ട്? കൺവെൻഷൻ യോഗങ്ങളിലും ഉപവാസ പ്രാർത്ഥനകളിലും കടന്നു വരുമ്പോൾ ആ കണ്ണാടിയിലൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ തക്കവണ്ണം എത്ര പേർ പരിശ്രമിക്കാറുണ്ട്? ഇവിടെ കർത്താവ് പത്രോസിനോട് പറയുന്നു, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് ഞാനുമായി ഒരു ബന്ധമില്ല. കർത്താവുമായി ഒരു ബന്ധം ഈ രാത്രി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിപ്പാൻ തക്കവണ്ണം ഈ രാത്രി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവിനാൽ കഴുകൽ പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയണം. നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. നമ്മുടെ ഏത് പാപങ്ങളെയും അവൻ ക്ഷമിച്ചു തരുന്നതാണ്. രക്താംബരം പോലെ ചുവന്ന നമ്മുടെ പാപങ്ങൾ കഴുകുവാൻ തക്കവണ്ണം കർത്താവിനോട് ആവശ്യപ്പെടണം. പാപിയായി എന്നോട് കരുണ തോന്നണമേ, എൻ്റെ കുറവുകളെയും എൻ്റെ പാപങ്ങളെയും ക്ഷമിക്കണമേ എന്ന് ഈ രാത്രി നിലവിളിക്കുമെങ്കിൽ, ഈ രാത്രി നമുക്ക് കർത്താവുമായിട്ട് ഒരു പുതിയ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. ഈ പ്രകാരം ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമുക്കൊരു വ്യക്തിയെ കാണുവാൻ തക്കവണ്ണം കഴിയും. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു ആരെന്ന് കാണുവാൻ തക്കവണ്ണം ശ്രമിച്ചു. എന്നാൽ ഉയരം കുറവായതിനാൽ ജനക്കൂട്ടം നിമിത്തം അവന് കഴിഞ്ഞില്ല. അതിനാൽ അവൻ മുൻപോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. എന്തെന്നാൽ യേശു അതുവഴി വരികയായിരുന്നു. ഇവിടെ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഒരു ബലഹീനതയുണ്ട്. അവൻ പൊക്കം കുറവുള്ളവനായിരുന്നതിനാൽ അവന് കർത്താവിനെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. കാരണം വളരെയധികം ഒരു പുരുഷാരം കർത്താവിനോടൊപ്പമുണ്ട്. പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹം. അവൻ കർത്താവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കർത്താവ് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും രോഗികളെ സൗഖ്യമാക്കുന്നതൊക്കെയും അവൻ മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ആ കേൾവിയാൽ അവനൊരാഗ്രഹം അവൻ്റെ ഹൃദയത്തിൽ തോന്നുകയാണ്, കർത്താവിനെ ഒന്ന് കാണണമെന്ന്. അവൻ കർത്താവിനെ കാണുവാൻ മുന്നോട്ടോടി ഒരു കാട്ടത്തി മരത്തിന്മേ കയറിയിരുന്ന് കർത്താവിനെ കാണുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ കർത്താവ് അതുവഴി കടന്നു പോകുമ്പോൾ അതിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. യേശു ആ സ്ഥലത്തെത്തിയപ്പോൾ മുകളിലേക്ക് നോക്കി, സഖായി വേഗമിറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. ആരും അറിയാതെ കാട്ടത്തെ മരത്തിന്മേൽ കയറിയിരുന്ന സഖായിയെ കർത്താവ് വിളിക്കുകയാണ്. സഖായിയെ നീ വേഗം ഇറങ്ങി വരിക എന്ന് സഖായിയെ വിളിക്കുകയാണ്. ഇന്ന് ഞാനും നിങ്ങളും പലപ്പോഴും ഈ പ്രകാരമുള്ള കാട്ടത്തെ മരത്തിന്മേൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ കാണുവാൻ ശ്രമിക്കുന്നവരാണ്. അത് ഓരോരുത്തരിലും വ്യത്യസ്തങ്ങളാണ്. ചിലർ അഹങ്കാരത്തിൻ്റെതായ കാട്ടത്തെ മരത്തിന്മേൽ കയറിയിരിക്കുന്നു. ചിലർക്ക് അസൂയയുടേതായ കാട്ടത്തെ മരത്തിന്മേൽ കയറിയിരിക്കുന്നു. ചിലർക്ക് ലോകത്തിലുള്ള സ്ഥാനമാനങ്ങളാകുന്ന കാട്ടത്തെ മരത്തിൽ ഇരുന്നു കൊണ്ടാണ് കർത്താവിനെ കാണുവാൻ ശ്രമിക്കുന്നത്. ഓരോരുത്തരും അവരവരുടേതായ
സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ കാണുവാൻ ശ്രമിക്കുകയാണ്. പക്ഷെ കർത്താവ് വിളിക്കുകയാണ്, സക്കായിയെ നീ വേഗം ഇറങ്ങി വരിക. ദൈവവുമായി നിങ്ങൾക്കൊരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ സക്കായിയെ പോലെ കാട്ടത്തി മരത്തിൽ നിന്ന് താഴെ ഇറങ്ങുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ഇവിടെ കർത്താവുമായിട്ട് സക്കായിക്കൊരു ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോൾ അവൻ്റെ ഹൃദയത്തിനും അവൻ്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാവുകയാണ്. അതിൻ്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും, അവൻ കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, എന്തെങ്കിലും ചതിവിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങി മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. അപ്പോൾ പണത്തെ സ്നേഹിച്ചിരുന്നവനാണ് അവൻ. ചുങ്കക്കാരനായിരുന്നു, അവൻ ഒരു ധനവാനായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ചുങ്കം പിരിക്കുക എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ അഭിമാനത്തോടെ ചെയ്തിരുന്ന ഒരു ജോലിയല്ല. റോമൻ ഗവൺമെൻറ് വേണ്ടിയും മറ്റുള്ളവരിൽ നിന്ന് പണം ഈടാക്കുന്നവനായിരുന്നു സക്കായി. പണത്തിന് ജീവിതത്തിൽ വളരെയേറെ സ്ഥാനം കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു. അവൻ ധനികനായിരുന്നു. പക്ഷെ കർത്താവുമായി ഒരു ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ പണം പുറകിലേക്ക് പോവുകയാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തു പോയ കുറവുകളൊക്കെയും അവൻ്റെ ഹൃദയത്തിൽ അവൻ ഓർക്കുകയാണ്. അവൻ അതിനൊക്കെയും തിരുത്തുവാൻ തക്കവണ്ണം ഒരു തീരുമാനമെടുക്കുകയാണ്. അവൻ്റെ ഹൃദയത്തിന് മാറ്റം വന്നു, അവൻ്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു. ക്രിസ്തുവേശുവിലുള്ള അതേ മനോഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഫിലിപ്പിയർ സഭയോട് കർത്താവ് അപ്പോസ്തലൻ പഠിപ്പിക്കുമ്പോൾ, ഇവിടെ കർത്താവുമായി ഒരു ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോൾ സക്കായിയുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാവുകയാണ്. അവൻ്റെ മനോഭാവത്തിന് മാറ്റമുണ്ടാകുന്നു, അവൻ്റെ പ്രവർത്തന രീതികൾക്ക് മാറ്റമുണ്ടാകുന്നു, അവൻ്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകുന്നു. ഞാനും നിങ്ങളുടെ ദൈവസ്ഥാനത്ത് കടന്നു വരുമ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അവനുമായൊരു കഴുകൽ പ്രാപിക്കുമ്പോൾ, ദൈവവുമായി നമുക്കൊരു പുതിയ ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും മാറ്റമുണ്ടാകണം. ക്രിസ്തുവേശുവിനുള്ള അതേ മനോഭാവത്തിൽ ഓരോ ദിവസവും വളർച്ച പ്രാപിപ്പാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയണം. അത് കഴിയണമെങ്കിൽ കർത്താവുമായിട്ടുള്ള ഒരു നല്ല ബന്ധം നമുക്ക് സ്ഥാപിക്കണം. ഈ ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ പാപ സ്വഭാവങ്ങളാണ്. ഈ പാപ സ്വഭാവങ്ങളെ ഉപേക്ഷിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നുവെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പുതിയ സൃഷ്ടിയാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളാണ് മാറ്റമുണ്ടാകേണ്ടത്. സഖായിക്ക് അതുവരെയും പണത്തിനോടായിരുന്നു അവന് ആർത്തി ഉണ്ടായിരുന്നത്. സമ്പന്നനാകുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിച്ചിരുന്നവനായിരുന്നു. ഇന്ന് അവൻ്റെ സ്വത്ത് മുഴുവൻ അവൻ ദരിദ്രന്മാർക്ക് കൊടുക്കുകയാണ്. അവൻ അതൊക്കെയും സമ്പാദിച്ചിരിക്കുന്നത് നേരായ മാർഗത്തിലല്ല എന്ന് സക്കായി തിരിച്ചറിയുകയാണ്. എപ്പോഴും ദൈവവുമായി യേശുവുമായി അവനൊരു ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോൾ ആ നിമിഷം തന്നെ അവൻ അത് തിരുത്തുകയാണ്. കർത്താവ് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരണമെങ്കിൽ നമ്മുടെ പാപങ്ങളെ കഴുകുവാൻ തക്കവണ്ണം കഴിയണം. ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ തക്കവണ്ണം കർത്താവ് കടന്നു വന്നുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെ അവൻ കഴുകിക്കളയും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ നമ്മളെ നിർബന്ധത്താൽ ഒരിക്കലും കഴുകുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും നമ്മുടെ പാപങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ കർത്താവിനോട് അപേക്ഷിക്കണം, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ബലഹീനതകളെ കഴുകിക്കളയണമേ. ഈ രാത്രി ഞാൻ അങ്ങയുമായൊരു പുതിയ ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനവും ആഗ്രഹവും എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ടാകുമെങ്കിൽ, ഇവിടെ സക്കായിയോട് കർത്താവ് പറയുന്നുണ്ട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ
ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഈ രാത്രി രക്ഷയുടെ രാത്രിയായി തീരണം. ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയായി തീരണമെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. എവിടെ? നമ്മുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാകണം. നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന അഴുക്കുകളെ, പാപ സ്വഭാവങ്ങളെ കഴുകിക്കളയുവാൻ തക്കവണ്ണം ഈ രാത്രി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ അവൻ നമ്മുടെ ചാരേക്ക് കടന്നു വന്ന് അവൻ്റെ പുണ്യമുള്ള രക്തം കൊണ്ട് എന്നെയും നിങ്ങളെയും ഈ രാത്രി കഴുകി അവൻ വിശുദ്ധീകരിക്കും. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകണം. സഖായുടെ ജീവിതത്തിൽ വന്നതുപോലെ നമ്മുടെയും ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകണം. 51 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അവിടെ ദാവീദ് പറയുന്നുണ്ട്, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ഈ രാത്രി ഞാനും നിങ്ങളും ആ പ്രകാരം നിലവിളിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ രാത്രി നിങ്ങളത് കേൾക്കുമ്പോൾ ദാവീദിനെ പോലെ നിലവിളിക്കണം, എന്നെ നന്നായി ഒന്ന് കഴുകണമേ. നമ്മുടെ മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ മറ്റാരും അറിയുന്നുണ്ടാവുകയില്ല. സഭയിലും സമൂഹത്തിലും നമുക്ക് സ്ഥാനമാനങ്ങൾ കാണും. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഞാനും നിങ്ങളും ഭക്തനും നല്ലവരുമായിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി എൻ്റെയും നിങ്ങളുടെയും നേരെ നമ്മുടെ പാപത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തുവാൻ തക്കവണ്ണം കഴിയുമെങ്കിൽ, അത് കഴുകുവാൻ തക്കവണ്ണം കർത്താവിനോട് ഈ രാത്രി അപേക്ഷിക്കുമെങ്കിൽ അവനുമായി നിന്ന് ഒരു വലിയ ബന്ധം സ്ഥാപിക്കാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ടാണ് റോമർ 12-ന്റെ 2 വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അവിടെ അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. കർത്താവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ മനസ്സിന് പുതുക്കമുണ്ടാകണം, മനസ്സിന് മാറ്റമുണ്ടാകണം, കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകണം, പ്രവർത്തന രീതികൾക്ക് മാറ്റമുണ്ടാകണം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഇതിനു വേണ്ടി ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനൊരു മാറ്റമുണ്ടാകണം. കറകൾ പിടിച്ചിരിക്കുന്ന ഹൃദയവുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവഹിതം ഒരിക്കലും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവോ സമ്മർദ്ദത്തിലൂടെ നമ്മളെ കരം പിടിച്ച് വഴി നടത്തുകയുമില്ല. മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് സർവശക്തനായ ദൈവം നൽകുന്നത്. നന്മയും തിന്മയും നാം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഏതിനെയും സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനാണ്. ഈ രാത്രി ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ നമ്മെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ദൈവവുമായി നിങ്ങൾക്കൊരു ബന്ധം സ്ഥാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കഴുകൽ പ്രാപിക്കണം. ഞാൻ നിന്നെ കഴുകാതിരുന്നാൽ എനിക്ക് നീയുമായി ഒരു പങ്കില്ല. അപ്പോൾ ദൈവവുമായി ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ മാസത്തിൽ ദൈവവുമായി ഒരു പുതിയ പങ്ക്, ഒരു പുതിയ ബന്ധം സ്ഥാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ജീവിതത്തിൻ്റെ പരിശോധനകളിലും കഷ്ടപ്പാടുകളുടെയും രോഗത്തിൻ്റെയും അവസ്ഥയിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. ആരും സഹായിപ്പാനില്ല എന്നുള്ള കഠിനമായ വേദനയിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്നത്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. ആരും കാണാതെ കാട്ടത്തെ മരത്തുമേ കയറിയിരുന്ന സഖായെ കർത്താവ് കണ്ടു. അവനെ പേര് ചൊല്ലി കർത്താവ് വിളിക്കുകയാണ്, സഖായി എന്ന് ഇറങ്ങി വരുവാൻ തക്കവണ്ണം. പുറജാതിക്കാരനായ കൊർന്നല്യോസിനെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. അവിടെ ദൈവത്തിൻ്റെ ദൂതൻ കൊർന്നല്യോസിനെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. അവിടെ കൊർന്നല്യോസിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ്റെ ധർമ്മവും അവൻ്റെ ഭക്തിയും അവൻ്റെ പ്രാർത്ഥനകളും ദൈവം കേട്ടിരിക്കുന്നുവെന്ന് തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
നിന്റെ പ്രാർത്ഥനയും ധർമ്മവും നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പാകെ എത്തിയിരിക്കുന്നു. അവിടെ കൊർന്നല്യോസേ എന്ന് വിളിക്കുകയാണ്. ഈ രാത്രി ദൈവത്തിൻ്റെ ജനമേ, ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിപ്പാൻ തക്കവണ്ണം ഈ രാത്രി യേശു എന്നെയും നിങ്ങളെയും ഒരുപോലെ വിളിക്കുകയാണ്. അവൻ്റെ വിളിക്ക് മുമ്പിലായി ഈ രാത്രി എന്നെയും നിങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുമെങ്കിൽ ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയായിത്തീരും. സർവശക്തനും സർവജാനിയും സർവവ്യാപിയുമായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ജീവന്റെ ഉടയവനായ ദൈവവുമായി ഈ രാത്രി വലിയൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ തക്കവണ്ണം യേശു നിങ്ങളെ വിളിക്കുകയാണ്. അവൻ്റെ വിളി ഈ രാത്രി ഏറ്റെടുക്കുമെങ്കിൽ, അവനാൽ ഈ രാത്രി കഴുകൽ പ്രാപിക്കുമെങ്കിൽ ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയായിത്തീരും. ആ പ്രകാരം യേശുവിൻ്റെ കരങ്ങളാൽ കഴുകൽ പ്രാപിച്ച് യേശുവുമായൊരു പുതിയ ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുവചനത്തിലൂടെ ഈ രാത്രി ഞങ്ങളോട് കൃത്യമായി സംസാരിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം. അവിടുത്തെ വിളിയുടെ ശബ്ദം ഈ രാത്രി കേട്ടിരിക്കുന്ന ഓരോ മക്കളും ദൈവമേ, അങ്ങയുടെ പാദപീഠത്തെങ്കിൽ നിലവിളിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരുടെ പാപങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുമായി ഒരു പുതിയ ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ തക്കവണ്ണം യേശുവേ, ഈ രാത്രി വചനം കേൾക്കുന്ന മക്കളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കഷ്ടങ്ങളിലും അവരുടെ വേദനകളിലും യാതനകളിലും ദൈവമേ, ഈ രാത്രി അവരെ അനുഗ്രഹിക്കണമേ. സക്കായി അനുഗ്രഹിച്ച യേശുവേ, ഈ രാത്രി വചനത്തിന് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ അടിയനെ വഴി നടത്തുകയും നയിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.